ഹലോ കുട്ടികളെ, 5ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ വിത്ത് ദ ടൈം. ടീച്ചേഴ്സ് കുട്ടികളെയും കൂട്ടി ഒരു സ്റ്റഡി ടൂറിന് പോവുകയാണ്. രാവിലെ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് രാത്രി 9 മണിക്ക് അവർ തിരിച്ചു വരുന്നുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് പാഠഭാഗം തുടങ്ങുന്നത്. ടൂറിന് പോയ കുട്ടികൾ എങ്ങനെയാണ് അവരുടെ ടൈം സ്പെൻഡ് ചെയ്തത്, അതിന്റെ ഒരു ടൈം ചാർട്ടാണ് ഇവിടെ പരിശോധിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് നോക്കാം. ടൈം ഡേ സ്റ്റാർട്ടഡ്. എത്ര മണിക്കാണ് അവർ യാത്ര തുടങ്ങിയത്? ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട്. എത്ര മണിക്കാണ്? 6 മണിക്കാണ് അവർ യാത്ര തുടങ്ങിയത്. കുട്ടികൾക്ക് ക്ലോക്ക് നോക്കാൻ അറിയില്ലെങ്കിൽ, ടൈം നോക്കാൻ അറിയില്ലെങ്കിൽ ഞാനൊരു ചെറിയ വീഡിയോ ചെയ്തിട്ടുണ്ട്. ബേസിക് ആയിട്ട് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ടൈം നോക്കാൻ പഠിക്കാം. ഇവിടെ ഒരു ക്ലോക്കിന്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ട് ടൈം ഡേ സ്റ്റാർട്ടഡ്. എത്ര മണിക്കാണ് അവർ അവിടുന്ന് യാത്ര പുറപ്പെട്ടത്? 6 മണിക്കാണ് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ടൈം എഴുതണം. എങ്ങനെയാണ് ടൈം എഴുതുന്നതെന്ന് നമ്മളിപ്പോൾ പഠിക്കാൻ പോവുകയാണ്. ചെറിയ സൂചി എന്തിനാണ് സൂചിപ്പിക്കുന്നത്? അവേഴ്സ് ഹാൻഡിനെയാണ് സൂചിപ്പിക്കുന്നത്. വലിയ സൂചി മിനിറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം 6-ന് നേരെയാണുള്ളത്, മിനിറ്റ് ഹാൻഡ് 12-ന് നേരെയാണുള്ളത്, 6 മണി. അപ്പോൾ പിക്ചർ കറക്റ്റ് ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? അത് ഇവിടെ എഴുതണം. 0600. 12 അവേഴ്സ് ടൈമാണ് ഒരു ക്ലോക്കിൽ കാണിച്ചിരിക്കുന്നത്. ഒരു ദിവസത്തിൽ എത്ര മണിക്കൂറുണ്ട്? 24 ഹവേഴ്സ് ആണുള്ളത്. രാവിലെ ഒരു ക്ലോക്ക് റൊട്ടേറ്റ് ചെയ്ത് അത് 12-ൽ എത്തുമ്പോൾ എത്രയാണ്? ഉച്ചയ്ക്ക് 12 മണിയാണ് അല്ലെ? നൂൺ ടൈമാണ് വരുന്നത്. വീണ്ടും ഹവേഴ്സ് ഹാൻഡും മിനിറ്റ് ഹാൻഡും കറങ്ങുകയാണെങ്കിൽ അത് പിന്നീട് വരുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ്. 12 മണിക്കൂറിൽ രാവിലത്തെ ടൈം സൂചിപ്പിക്കാൻ വേണ്ടി AM എന്നാണ് എഴുതുന്നത്. ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ PM എന്ന് എഴുതും. അപ്പൊ ഇവിടെ എന്ത് എഴുതണം? 0600 AM. രാവിലെയാണ് അവര് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് എന്താണ്? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കുന്നത് 8 മണിക്കാണ്. യഥാർത്ഥത്തിൽ എന്താണ് എഴുതേണ്ടത്? 08. രാവിലെ അല്ലേ? AM ആയിരിക്കും. കാരണം രാവിലെയാണ് അവര് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ഇനി എന്ത് ചെയ്യണം? 8 AM നമുക്കിവിടെ അടയാളപ്പെടുത്തണം. വളരെ സിമ്പിൾ അല്ലേ? ഹവേഴ്സ് ഹാൻഡ് എന്ത് വരണം? 8-ന് നേരെയായിട്ട് വരണം. ഹവേഴ്സ് ഹാൻഡ് എന്തായിരിക്കണം? ചെറുതായിരിക്കണം. മിനിറ്റ് ഹാൻഡാണ്. മിനിറ്റ് ഹാൻഡ് എന്തായിരിക്കണം? അവേഴ്സ് ഹാൻഡിനേക്കാൾ കുറച്ചുകൂടെ വലുതായിരിക്കണം. അത് എത്രയായിരിക്കണം? 12-ന് നേരെയായിരിക്കണം വരേണ്ടത്. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം അവര് സൂ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. എത്ര മണിക്കാണ്? 8:30. ബ്രേക്ക്ഫാസ്റ്റ് രാവിലെയാണ് കഴിച്ചത്. അപ്പോൾ 8:30 AM-നായിരിക്കും അവർ പോയിട്ടുണ്ടാവുക. അപ്പോൾ നമുക്കിവിടെ എങ്ങനെയാണ് എഴുതേണ്ടത്? 0830 AM. രാവിലെയാണ് അവര് പോയത്. 8:30 നമുക്ക് ക്ലോക്കിൽ വരയ്ക്കണം. 8 മണി എന്ന് പറയുമ്പോൾ അവേഴ്സ് ഹാൻഡ് വരുന്നത് 8-ന്റെ നേരെയും മിനിറ്റ് ഹാൻഡ് വരുന്നത് 12-ന്റെ നേരെയും. പിന്നീട് മിനിറ്റ് ഹാൻഡ് 12-ൽ നിന്ന് 30, അതായത് 6-ലേക്ക് പോകുമ്പോൾ എന്താണ്? ഹവേഴ്സ് ഹാൻഡും കറങ്ങുന്നുണ്ട് അല്ലെ? ഇവിടെ അവേഴ്സ് ഹാൻഡ് വരക്കുമ്പോൾ 8-ന്റെയും 9-ന്റെയും എന്ത് ചെയ്യുക? നേരെ മധ്യത്തിലായിട്ട് വരക്കാൻ വേണ്ടി ശ്രമിക്കുക. അവേഴ്സ് ഹാൻഡ് വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡ് ഹാൻഡ് ആണ് വരയ്ക്കേണ്ടത്. സെക്കൻഡ് ഹാൻഡിൽ എത്രയാണ് ടൈം വരുന്നത്? 30 ആണ്. 30 എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 12-ൽ നിന്ന് 1-ലേക്ക് വരുമ്പോൾ എത്രയാണ്? 5 മിനിറ്റ് ആണ് അല്ലെ? 1-ൽ നിന്ന് 2-ലേക്ക് വരുമ്പോൾ എത്ര മിനിറ്റായി? 10 മിനിറ്റായി. അത് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇവിടെ 2-ലേക്ക് വരുമ്പോൾ 2 × 5 ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെ? 6-ലേക്ക് എത്രയായിരിക്കും എടുക്കുന്നത്? 6 × 5 ആയിരിക്കും അല്ലെ? 30. മിനിറ്റ് ഹാൻഡ് വരയ്ക്കേണ്ടത് 6-ന് നേരെയാണ്. നമുക്കിവിടെ മിനിറ്റ് ഹാൻഡ് വരയ്ക്കാം. 6-ന് നേരെയായിട്ട് വരയ്ക്കാം. മിനിറ്റ് ഹാൻഡ് വരക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഹവേഴ്സ് ഹാൻഡിനേക്കാൾ കുറച്ചുകൂടെ വലുതായിരിക്കണം. പിന്നീട് അവർ ലഞ്ച് കഴിക്കാൻ പോയി. ലഞ്ച് കഴിക്കാൻ പോയത് എത്ര മണിക്കാണ്? 1:30-നാണ്. 0130. 12 മണിക്ക് ശേഷം എന്ന് പറയുമ്പോൾ നമ്മൾ PM-ലാണ് എഴുതുന്നത്. അപ്പൊ നമുക്കിവിടെ എഴുതാം PM. 1:30 PM-നാണ് പോയത്. നമ്മൾ 8:30 വരച്ചതുപോലെ തന്നെയാണ് വരയ്ക്കേണ്ടത്. എന്താണ്? 1-നും 2-ലും ഇടയ്ക്കാണ് എന്ത് വരേണ്ടത്? അവേഴ്സ് ഹാൻഡ് വരേണ്ടത്. 30 മിനിറ്റ് വരയ്ക്കുമ്പോൾ 6-ന് നേരെയാണ് വരയ്ക്കേണ്ടത്. മിനിറ്റ് ഹാൻഡ് കുറച്ച് വലുതായിട്ട് വരയ്ക്കാം. പിന്നീട് എല്ലാവരും പ്ലാനറ്ററിയം കാണാൻ വേണ്ടി പോവുകയാണ്. ലഞ്ചിന് ശേഷമാണ് പോയത്. അതുകൊണ്ട് നമുക്കറിയാം ടൈം ചേർക്കുമ്പോൾ PM ആണ് ചേർക്കേണ്ടത്. ക്ലോക്കിൽ കൊടുത്തിരിക്കുന്നത് എത്ര ടൈമാണ്? അവേഴ്സ് ഹാൻഡ് വന്നിരിക്കുന്നത് 2-ന് നേരെയാണ്. മിനിറ്റ് ഹാൻഡ് വന്നിരിക്കുന്നത് 12-ന് നേരെയാണ്. ടൈം സൂചിപ്പിക്കുന്നത് 2 മണിയാണ്. 0200 PM. പിന്നീട് അവർ പോകുന്നത് ബീച്ചിലേക്കാണ്. എല്ലാ കുട്ടികളും ഹാപ്പി ആയിരിക്കും. ടൈം എത്രയാണ്? 5 മണി. 5 മണി എന്ന് പറയുമ്പോൾ വൈകുന്നേരമാണ്. അപ്പൊ നമുക്ക് എഴുതേണ്ടത് 0500 PM ആയിരിക്കും. പിന്നെ എന്ത് ചെയ്യണം? 5 മണി ക്ലോക്കിലേക്ക് അടയാളപ്പെടുത്തണം. അത് വളരെ സിമ്പിൾ അല്ലേ? ഹവേഴ്സ് ഹാൻഡ് വരേണ്ടത് 5-ന് നേരെയാണ്. മിനിറ്റ് ഹാൻഡ് വരേണ്ടത് 12-ന് നേരെയാണ്. ടൈം ദേ റീച്ച് ബാക്ക്. എത്ര മണിക്കാണ് അവർ തിരിച്ചു വന്നത്? 9 മണിക്കാണ് തിരിച്ചു വന്നത്. അതായത് രാത്രി 9 മണിക്കാണ്. 0900 PM-നാണ് തിരിച്ചു വന്നത്. ക്ലോക്ക് നമുക്ക് അടയാളപ്പെടുത്താം. ആദ്യമായിട്ട് അവേഴ്സ് ഹാൻഡ് വരുന്നത് 9-ന് നേരെയാണ്. മിനിറ്റ് ഹാൻഡ് വരേണ്ടത് 12-ന് നേരെയാണ്. പിന്നീട് ഇവിടെ എഴുതാം
09:00 PM. ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന ക്ലോക്കിന് എത്ര ഹാൻഡ്സ് ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് അതിന് ഉത്തരം പറയാം. എത്ര ഹാൻഡ്സ് ആണുള്ളത്? ഇവിടെ ചിത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും 3 ഹാൻഡ്സ് ആണുള്ളത്. ഏതൊക്കെയാണവ? ഏറ്റവും വലിയ തിന്നായിട്ടുള്ള നീഡിലിന് എന്താണ് പറയുന്നത്? സെക്കൻഡ് ഹാൻഡ് എന്നാണ് പറയുന്നത്. അതായത് അത് റെപ്രസെന്റ് ചെയ്യുന്നത് സെക്കൻഡ്സിനെയാണ്. പിന്നീട് വരുന്നത് എന്താണ്? മിനിറ്റ് ഹാൻഡ് ആണ്. അത് മിനിറ്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നീട് വരുന്നത് എന്താണ്? ഏറ്റവും ചെറിയ സൂചിയാണ്. അതിനെ അവേഴ്സ് ഹാൻഡ് എന്നാണ് പറയുന്നത്. ഇവിടെ പിക്ചറിനെ ബേസ് ചെയ്തുകൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കുന്നുണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഹാൻഡ് ടേൺസ് ദ ഫാസ്റ്റസ്റ്റ്? ഏത് ഹാൻഡ് ആണ് വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നത്? നമുക്കറിയാം സെക്കൻഡ് ഹാൻഡ് ആണ് വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എഴുതാം സെക്കൻഡ് ഹാൻഡ് ആണ്. പിന്നീട് ചോദിച്ചിരിക്കുന്നത് ഹൗ മച്ച് ടൈം ഡസ് ഇറ്റ് ടേക്ക് ടു കംപ്ലീറ്റ് വൺ റൊട്ടേഷൻ? അതായത് സെക്കൻഡ് ഹാൻഡ് ഒരു പ്രാവശ്യം മുഴുവൻ റൊട്ടേറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയായിരിക്കും? 60 സെക്കൻഡ് ആയിരിക്കും. 60 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മിനിറ്റ് ആണ്. അപ്പൊ നമുക്കിവിടെ എഴുതാം 60 സെക്കൻഡ്, കൊമയിട്ടിട്ട് എന്ത് എഴുതാം? 1 മിനിറ്റ് എന്ന് എഴുതാം. 2 ആൻസറുകൾ വരുന്നുണ്ട്. പിന്നീട് ചോദിക്കുന്നത് ഹൗ മച്ച് ടൈം ഡസ് ദ മിനിറ്റ് ഹാൻഡ് ടേക്ക് വൺ കംപ്ലീറ്റ് റൊട്ടേഷൻ? മിനിറ്റ് ഹാൻഡ് 1 റൊട്ടേഷന് എത്ര ടൈമാണ് എടുക്കുന്നത്? എത്ര ടൈമാണ് എടുക്കുന്നത്? 60 മിനിറ്റ് ആണ് എടുക്കുന്നത് ഒരു ഫുൾ റൊട്ടേഷന് വേണ്ടിയിട്ട്. അത് നമുക്കിവിടെ എഴുതാം 60 മിനിറ്റ്. പിന്നീട് എന്താണ്? 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 അവർ. വാട്ട് അബൌട്ട് ദ ഹവർ ഹാൻഡ്? ഒരു ക്ലോക്കിൽ വരുന്നത് 12 അവേഴ്സ് ടൈമാണ്. നമ്മൾ അതിനെ AM PM ആക്കിയിട്ടാണ് 24 അവേഴ്സ് ആക്കി മാറ്റുന്നത്. അപ്പോൾ ഒരു മണിക്കൂർ സൂചി, അതായത് ഹവേഴ്സ് ഹാൻഡ് ഒരു പ്രാവശ്യം ഫുള്ള് കറങ്ങാൻ വേണ്ടി എത്ര സമയം എടുക്കും? 12 അവേഴ്സ് എടുക്കും. ഇവിടെ ഒരു കോളത്തിൽ പേജിൽ ഇടതുവശത്തായിട്ട് ക്ലോക്കിന്റെ ഹാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. വലതുവശത്തായിട്ട് എന്താണ്? ടൈംസ് ഓഫ് റൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കാം സെക്കൻഡ് ഹാൻഡ് ടൈംസ് ഓഫ് റൊട്ടേഷൻ, അതായത് ഒരു ഫുൾ റൊട്ടേഷൻ എടുക്കുന്ന സമയം എത്രയാണ്? 1 മിനിറ്റ് ആണ്. നമുക്ക് മനസ്സിലാക്കി വെക്കാം, സെക്കൻഡ് ഹാൻഡ് 1 മിനിറ്റ് ഫുള്ളായിട്ട് കറങ്ങുകയാണെന്ന് പറഞ്ഞാൽ എന്താണ്? അത് 60 സെക്കൻഡ് ആണെന്ന് മനസ്സിലാക്കുക. റൊട്ടേഷൻ അല്ല പറയുന്നത്, 60 സെക്കൻഡിലാണ് അതെന്ത് ചെയ്യുന്നത്? 1 മിനിറ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ മിനിറ്റ് ഹാൻഡ് എടുക്കുകയാണെങ്കിൽ 1 അവർ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അത് ഒരു റൊട്ടേഷൻ പൂർത്തിയാകുന്നത്. 1 അവർ എന്ന് പറഞ്ഞാൽ എന്താണ്? 60 മിനിറ്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. പിന്നീട് ചോദിക്കുന്നത് അവേഴ്സ് ഹാൻഡ് ആണ്. അവേഴ്സ് ഹാൻഡിന് ഫുള്ളായിട്ട് കറങ്ങാൻ എത്ര ടൈം എടുക്കും? 12 അവേഴ്സ് ആണ് എടുക്കുന്നത്. നമുക്കറിയില്ലേ, ഇവിടെ ഒരു ക്ലോക്ക് വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ 12 ആണ് വരുന്നത്. 12ൽ നിന്ന് 1ലേക്ക് വരുമ്പോൾ 1 മണിക്കൂറാണ്. 2ലേക്ക് വരുമ്പോൾ 2 മണിക്കൂറായി. 3ലേക്ക് വരുമ്പോൾ എത്രയായി? 3 മണിക്കൂറായി. അങ്ങനെയാണെങ്കിൽ 6ലേക്ക് വരുമ്പോൾ എത്രയാണ്? 6 മണിക്കൂറാണ്. 9ലേക്ക് വരുമ്പോൾ 9 മണിക്കൂറാണ്. 12ലേക്ക് വരുമ്പോൾ 12 മണിക്കൂറാണ്. ഹവേഴ്സ് ഹാൻഡിന് മുഴുവനായിട്ട് കറങ്ങാൻ എടുക്കുന്ന സമയം 12 മണിക്കൂറാണ്. പിന്നീട് ചില ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. ഹൗ മച്ച് ടൈം ഡസ് ദ ഹവേഴ്സ് ഹാൻഡ് ടേക്ക് ടു സ്റ്റാർട്ട് ഫ്രം 12 ആൻഡ് റിട്ടേൺ ടു 12? ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഹവേഴ്സ് ഹാൻഡ് 12ൽ നിന്ന് തുടങ്ങി 12ലേക്ക് തിരിച്ചെത്താൻ എത്ര ടൈം എടുക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെയിം ക്വസ്റ്റ്യൻ അല്ലേ? 12 അവേഴ്സ് അല്ലേ എടുക്കുന്നത്? 12ൽ തുടങ്ങി 12ലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഇപ്പോൾ ജസ്റ്റ് ഇവിടെ വിവരിച്ചതേ ഉള്ളൂ അല്ലെ? 12ൽ നിന്ന് 9ലേക്ക് എത്തുമ്പോൾ 9 മണിക്കൂർ, 12ലേക്ക് എത്തുമ്പോൾ 12 മണിക്കൂർ. ബൈ ദിസ് ടൈം ഹൗ മെനി റൊട്ടേഷൻ വുഡ് ഹാവ് ദ മിനിറ്റ് ഹാൻഡ് മെയ്ഡ്? ഹവേഴ്സ് ഹാൻഡ് 12ൽ തുടങ്ങി 12ലേക്ക് തിരിച്ചെത്തുമ്പോൾ മിനിറ്റ് ഹാൻഡ് എത്ര പ്രാവശ്യം കറങ്ങിയിട്ടുണ്ടാവുമെന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം മിനിറ്റ് സൂചി ഒരു പ്രാവശ്യം ഫുൾ റൊട്ടേഷൻ എടുക്കുമ്പോൾ എത്രയാണ്? 1 അവർ ആണ് എടുക്കുന്നത് അല്ലെ? അങ്ങനെയെങ്കിൽ 2 പ്രാവശ്യം കറങ്ങാൻ വേണ്ടി എത്രയാണ്? 2 അവർ ആണ് എടുക്കുന്നത്. 12 പ്രാവശ്യം കറങ്ങാൻ വേണ്ടിയിട്ട് എത്ര എടുക്കുന്നത്? 12 അവേഴ്സ് ആയിരിക്കും അല്ലെ? അവേഴ്സ് സൂചി 12ൽ നിന്ന് 12ലേക്ക് എത്താൻ 12 മണിക്കൂറാണ് എടുക്കുന്നതെങ്കിൽ മിനിറ്റ് സൂചി 12 പ്രാവശ്യം എന്ത് ചെയ്യേണ്ടി വരും? മുഴുവനായിട്ട് റൊട്ടേറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? 12 ടൈംസ് എന്ന് എഴുതാം. പിന്നീട് ചോദിച്ചിരിക്കുന്നത് വാട്ട് അബൌട്ട് ദ സെക്കൻഡ് ഹാൻഡ്? മണിക്കൂർ സൂചി 12 മണിക്കൂർ കറങ്ങുകയാണെങ്കിൽ സെക്കൻഡ് സൂചി എത്ര പ്രാവശ്യം കറങ്ങേണ്ടി വരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ നമുക്ക് ഇങ്ങനെ ശ്രമിക്കാം. സെക്കൻഡ് സൂചി എന്ത് ചെയ്യാണ്? ഒരു ഫുൾ റൊട്ടേഷൻ എടുക്കുകയാണെങ്കിൽ എന്താണ് അതിന് പറയുന്നത്? 1 മിനിറ്റ് എന്നാണ് പറയുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 1 മിനിറ്റ് ആണ് അല്ലെ? 2 പ്രാവശ്യം സെക്കൻഡ് സൂചി കറങ്ങുകയാണെങ്കിൽ എത്രയാണ്? 2 മിനിറ്റ് ആണെന്ന് നമുക്ക് പറയാം. അതേപോലെ 60 പ്രാവശ്യം സെക്കൻഡ് സൂചി കറങ്ങുകയാണെങ്കിൽ എന്താണ്? അതിന് 60 മിനിറ്റ് എന്നാണ് പറയുന്നത് അല്ലെ? അപ്പോൾ 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 അവർ ആണെന്ന് നമുക്കറിയാം. സെക്കൻഡ് സൂചി 60 പ്രാവശ്യം കറങ്ങുമ്പോൾ എന്താണ്? 1 അവർ ആയിട്ട് മാറി അല്ലെ? നമുക്ക് കിട്ടി. നമുക്ക് ഇതെന്ത് ചെയ്യാം? ഇങ്ങോട്ടേക്ക് എടുക്കാം. 1 അവർ ഇവിടെ എഴുതാം. 1 അവറിൽ സെക്കൻഡ് സൂചി കറങ്ങുന്നത് 60 പ്രാവശ്യമാണ്. 2 അവറിൽ എത്ര കറങ്ങുമായിരിക്കും? 120 പ്രാവശ്യം അല്ലെ? എന്താണ് ചെയ്യുന്നത്? 2 × 60 ആണ് ചെയ്തു നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ
12 ഹവേഴ്സ് സൂചി കറങ്ങുകയാണെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ? 12 ഇൻറ്റു 60 ചെയ്ത് നോക്കണം. 12 ഇൻറ്റു 60 വരുന്നത് എത്രയാണ്? 720 ആണ്. 720 പ്രാവശ്യം സെക്കൻഡ് ഹാൻഡ് എന്ത് ചെയ്യേണ്ടി വരും? റൊട്ടേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോഴെന്താണ്? ഹവേഴ്സ് സൂചി 12 പ്രാവശ്യം കറങ്ങുമ്പോൾ, അതായത് 12ൽ നിന്ന് 12ലേക്ക് എത്തുമ്പോൾ സെക്കൻഡ് സൂചി എന്ത് ചെയ്യണം? 720 പ്രാവശ്യം കറങ്ങേണ്ടി വരും. മിനിറ്റ് സൂചിയാണെങ്കിലോ 12 പ്രാവശ്യമാണ് കറങ്ങുന്നത്. തൊട്ട് താഴെയായിട്ട് ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി റൊട്ടേഷൻ ഡസ് ദ അവേഴ്സ് ഹാൻഡ് കംപ്ലീറ്റ് ഇൻ എ ഡേ? ഒരു ദിവസത്തിൽ അവേഴ്സ് ഹാൻഡ് എത്ര റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യും? നമുക്കറിയാം ഒരു ദിവസം 24 മണിക്കൂറാണുള്ളത്. അതിന്റെ തൊട്ട് താഴെ ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് 1 day is equal to 24 hours. അത് പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതില്ല. ക്ലോക്കിൽ ടൈം വരുമ്പോൾ 12 hours ആണ് വരുന്നത്. ഏർലി മോർണിംഗിൽ തുടങ്ങി നൂണിൽ അവസാനിക്കുന്നത് 12 hours ആണ്. വീണ്ടും നൂണിൽ തുടങ്ങി രാത്രി 12ൽ അവസാനിക്കുന്നത് വീണ്ടും 12 മണിക്കൂറാണ്. അങ്ങനെ 12 + 12 24 മണിക്കൂറാണ് വരുന്നത്. ഇവിടെ നോക്കൂ, 1 day ഈക്വൽ ടു 24 hours ആണ്. 1 hour ഈസ് ഈക്വൽ ടു ഡാഷ് മിനിറ്റ്. ഒരു മണിക്കൂർ എന്ന് പറയുമ്പോൾ എത്ര മിനിറ്റ് ആണ്? നമുക്കറിയാം 60 മിനിറ്റ് ആണ് ഒരു മണിക്കൂർ എന്ന് പറയുന്നത്. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡ് ആണ്? 60 സെക്കൻഡ് ആണ്. അതെല്ലാവർക്കും അറിയുന്നതാണ്, കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പിന്നീട് ചോദിക്കുന്നത് ഹൗ മെനി മിനിറ്റ്സ് ആർ ദർ ഇൻ എ ഡേ? ഒരു ദിവസത്തിൽ എത്ര മിനിറ്റുകൾ ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം 1 hour എന്ന് വെച്ചാൽ എന്താണ്? 60 മിനിറ്റ് ആണ്. 60 മിനിറ്റ് ആണ്. അപ്പോൾ ഒരു ദിവസത്തിൽ എത്ര മണിക്കൂറാണുള്ളത്? 24 hours ആണുള്ളത്. എത്ര മിനിറ്റ് ആണെന്ന് അറിയാൻ നമ്മൾ എന്ത് ചെയ്യണം? 24 ഇൻറ്റു 60 ചെയ്ത് നോക്കിയാൽ മതി. 24 ഇൻറ്റു 6 വരുന്നത് എത്രയാണ്? 144 ആണ്. ഒരു 0 കൂടി ചേർത്ത് കഴിഞ്ഞാൽ 1440 മിനിറ്റ് എന്ന് കിട്ടും. നമുക്കിവിടെ എഴുതാം 1440 മിനിറ്റ്. പിന്നീട് എന്താണ്? ഹൗ മെനി സെക്കൻഡ്സ്? എത്ര സെക്കൻഡ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതും വളരെ സിമ്പിൾ അല്ലേ? 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 സെക്കൻഡ് ആണ് അല്ലെ? 24 മണിക്കൂറിൽ 1440 മിനിറ്റ് ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 1440 മിനിറ്റിനെ 60 സെക്കൻഡ് കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടി? ടോട്ടൽ എത്ര സെക്കൻഡ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കും. 1440നെ 60 കൊണ്ട് ഗുണിച്ചാൽ 86,400 ആണ് ആൻസർ കിട്ടുന്നത്. അപ്പൊ നമുക്ക് എഴുതാം 86,400 സെക്കൻഡ്. നിങ്ങൾ ഗുണിച്ചു നോക്കുക. കുട്ടികൾക്ക് ഗുണിക്കുന്നത് അറിയാം എല്ലാവർക്കും. അടുത്തതായിട്ട് ഇവിടെ തന്നിരിക്കുന്ന ക്ലോക്കുകളിൽ പറഞ്ഞിരിക്കുന്ന ടൈം കണ്ടെത്തി എഴുതാനാണ്. ഇവിടെ നോക്കാം. ആദ്യത്തെ എത്രയാണ്? അവേഴ്സ് സൂചി വന്നിരിക്കുന്നത് 1നും 2നും ഇടയിലാണ്. അപ്പോൾ എത്രയായിരിക്കും? അവേഴ്സ് 1 ആയിരിക്കും. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, അവേഴ്സ് സൂചി 2 അക്കങ്ങൾക്ക് ഇടയിലായിരിക്കുമ്പോൾ അതിൽ ഏറ്റവും ചെറിയ അക്കം ഏതാണ്? ഇവിടെ 1ഉം 2 ആണ് വന്നിരിക്കുന്നത്. ചെറിയ അക്കം ഏതാണ്? 1 ആണ് അല്ലെ? അപ്പോൾ എന്തായിരിക്കും? 1 ആയിരിക്കും നമ്മൾ അവേഴ്സ് ആയിട്ട് എടുക്കേണ്ടത്. പിന്നീട് വരുന്നത് 6ന്റെ നേരെയാണ് സെക്കൻഡ് സൂചി വരുന്നത്. സെക്കൻഡ് ഹാൻഡിന് 6ന്റെ നേരെ വരുമ്പോൾ എന്താണ്? 6 ഇൻറ്റു 5 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 30. നമുക്കിവിടെ എന്ത് പറയാം? 130 ആയി എന്ന് പറയാം അല്ലെ? 0130 എന്ന് എഴുതാം. ഇവിടെ നമുക്ക് രാവിലെയാണോ ഉച്ചയ്ക്ക് ശേഷമാണോ എന്നൊന്നും അറിയില്ല. അതുകൊണ്ട് 0130 എന്ന് തന്നെ എഴുതാം. പക്ഷേ നമ്മൾ എഴുതുമ്പോൾ പറയുമ്പോൾ അങ്ങനെയല്ല പറയുന്നത് അല്ലെ? അത് നമുക്ക് മനസ്സിലാക്കാം. ഇതൊരു ക്ലോക്ക് ആണെന്ന് കരുതുക. ഇവിടെ എന്താണ്? 12 മണിയാണ് വരുന്നത്. ഇവിടെ 3 മണിയാണ് വരുന്നത്. ഇവിടെ 6 മണി. ഇവിടെ 9 മണി. 4 പാർട്ടാക്കി മാറ്റുകയാണ്. ഫ്രാക്ഷൻ പഠിച്ചിട്ടില്ലേ? ഫ്രാക്ഷൻ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തിന് എത്രയാണ് പറയുന്നത്? 1/4 എന്നാണ് പറയുന്നത്. അതായത് 4 ഭാഗത്തിൽ ഒരു ഭാഗമാണ് ഇത്. 1/4 എന്താണ് പറയുന്നത്? ക്വാർട്ടർ എന്നാണ് പറയുന്നത് അല്ലെ? ക്വാർട്ടർ എന്നാണ് പറയുന്നത്. അതേപോലെ ഈ സൂചി സഞ്ചരിച്ച് 6ലെത്തുകയാണെങ്കിൽ എന്താ? ഇത്രയും ഫില്ലായി കഴിഞ്ഞു. അപ്പോഴെന്താണ്? ഒരു വൃത്തത്തിന്റെ 2 ഭാഗത്തിൽ ഒരു ഭാഗമാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഹാഫ് എന്ന് പറയാം. ഈ സൂചി സഞ്ചരിച്ച് 9ലെത്തി. 9 എത്തുമ്പോഴെന്താണ്? ഇത്രയും ഭാഗങ്ങൾ ഫില്ലായിട്ട് കഴിഞ്ഞു. അപ്പൊ 4ൽ എത്രയാണ്? 3 ഭാഗവും ഫില്ലായിട്ട് കഴിഞ്ഞു. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 3/4 എന്ന് എഴുതാം. 3/4 എന്താണ് പറയുന്നത്? 3/4 എന്നാണ് പറയുന്നത് അല്ലെ? എന്താണ്? 3/4 എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ എന്ത് പറയാം? 130 ആയി കഴിഞ്ഞാൽ എന്ത് പറയാം? 30 എന്ന് പറയുമ്പോൾ ഹാഫ് ആണെന്ന് അറിയാം അല്ലെ? അപ്പൊ എങ്ങനെയാണ് പറയുന്നത്? 1/2 ഒരു മണിക്കൂർ കഴിഞ്ഞ് 30 മിനിറ്റ് ആയി. അടുത്തത് നോക്കുക. അവേഴ്സ് ഹാൻഡ് വരുന്നത് 5ന് ശേഷമാണ് അല്ലെ? 5നും 6നും ഇടയ്ക്കാണ്. അപ്പൊ നമുക്ക് അവേഴ്സ് 5 ആണെന്ന് മനസ്സിലാക്കാം. ഇവിടെ എഴുതാം അവേഴ്സ് വരുന്നത് 5 ആണ്. പിന്നീട് എവിടെയാണ് വരുന്നത്? സെക്കൻഡ് ഹാൻഡ് വരുന്നത് 3ന്റെ നേരെയാണ്. 3ന്റെ നേരെ വരുമ്പോൾ അറിയാം 3 ഇൻറ്റു 5 ആണ് നോക്കേണ്ടത്. എത്രയാണ്? 15 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം 15 അല്ലെ? 5:15 ആണ് ടൈം. 5:15 ടൈം വരുമ്പോൾ എന്താണ് പറയുന്നത്? 15ൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കറിയാം 3ൽ ഫില്ലായി കഴിഞ്ഞാൽ ഈ ഭാഗത്തിന് എത്രയാണ് പറയുന്നത്? 1/4 എന്നാണ് പറയുന്നത് അല്ലെ? 1/4നെ ക്വാർട്ടർ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് പറയാം 1/4 5.
അതായത് 5 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആയി. അടുത്തത് നോക്കാം. ഇവിടെ ചെറിയ സൂചി നിൽക്കുന്നത് 3-നും 4-നും ഇടയ്ക്കാണ്. വലിയ സൂചിയോ 9-ന് നേരെയാണ്. 0, 3, 4, 5 അല്ലെ, 3:45 എന്നാണ് നമ്മൾ പറയുന്നത്. ഇവിടെ മുക്കാലായി കഴിഞ്ഞാൽ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് 3/4 എന്താണ് പറയുന്നത്, 3/4 എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്, 3/4 എത്തിയിരിക്കുന്നത്. അപ്പോൾ 9-ൽ നിന്ന് 12-ലേക്ക് എത്താൻ എത്രയാണുള്ളത്, 1/4 കൂടിയാണ് ബാക്കിയുള്ളത് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാം, 4 മണിയാവാൻ 15 മിനിറ്റ് കൂടെ ബാക്കിയുണ്ട് എന്ന് പറയാം. അപ്പോൾ ഇവിടെ എഴുതേണ്ടത് 3/4 എന്നാണ്.